നിങ്ങളുടെ കുറവുകൾ നിങ്ങളുടെ ഭാവി തീരുമാനിക്കില്ല. നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് മെസ്സിയുടെ 10 ലൈഫ് ലെസൺസ് ആണ്. മെസ്സി എന്ന് പറഞ്ഞ പ്ലെയർ നമുക്ക് എന്തൊക്കെയാണ് പഠിക്കാൻ പറ്റും, ജീവിതത്തിൽ എന്തൊക്കെയാണ് കോപ്പി ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിലെ ഏറ്റവും ആദ്യത്തെ കാര്യമാണ് സ്ഥിരതയാണ് വിജയത്തിന്റെ അടിസ്ഥാനം എന്നുള്ളത്. അതായത് ഒരു മികച്ച പ്രകടനം കൊണ്ടല്ല മെസ്സിയുടെ ഇതിഹാസം ഉണ്ടായത്. കൃത്യമായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടാണ്. തന്റെ ആ കൃത്യമായിട്ടുള്ള പ്രാക്ടീസിങ്, ഡെയിലിയുള്ള പ്രാക്ടീസിങ്, അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള റൂട്ടീൻ, എല്ലാ കാര്യങ്ങളും കൺസിസ്റ്റന്റ് ആയിട്ടാണ് മെസ്സി ചെയ്യുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അതാണ് അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ ഈ ഗോട്ട് ഇതിഹാസം എന്നൊക്കെ വിളിക്കാൻ കാരണമാക്കിയ ഒരു കാര്യം എന്ന് പറഞ്ഞത്. ഓക്കെ, ഇനി രണ്ടാമത്തെ കാര്യമാണ് കഴിവിനേക്കാൾ കഠിനത്തായം പ്രധാനമാണ് എന്നതാണ്. അതായത് ഒരു പ്രതിഭ ദിവസേന സമർപ്പിക്കുന്ന അർപ്പണ ബോധവും അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള ഒരു പരിശീലനത്തിനിടയിൽ നടത്തുന്ന കാര്യങ്ങളും ഇതൊന്നുമില്ലെങ്കിൽ ഒരിക്കലും അദ്ദേഹത്തിന് വിജയിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് മെസ്സി എപ്പോഴും ടോപ്പായിട്ട് നിൽക്കുന്നത് എന്നുള്ളത്. ഓക്കെ, ഇനി മൂന്നാമത്തെ കാര്യമാണ് വിമർശനങ്ങളെ ഇന്ധനമാക്കുക. അതായത് ഒരുപാട് പേര് മെസ്സിയെ വിമർശിച്ചിട്ടുണ്ട് ഒരു ഫോൾട്ട് വരുമ്പോഴത്തേനും. പക്ഷെ ഇപ്പോ അത് 39 വയസ്സാണ്, ഇപ്പോ അതിനൊന്ന് കളിക്കുന്നുണ്ട്. എൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് അദ്ദേഹം വിമർശിക്കപ്പെട്ടിട്ടും ആ വിമർശനത്തെ കൃത്യമായിട്ടുള്ളൊരു ഇന്ധനമാക്കാണ്, ഒരു ഫ്യൂവലാക്കാണ്. ആ വിമർശനത്തെ നേരിട്ട് കൊണ്ട് അതിനെ മറികടക്കാൻ ശ്രമിക്കുകയാണത്. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കേണ്ട കാര്യമാണിത്. വിമർശനങ്ങൾ ഇന്ധനമാക്കുക. ഒരാൾ കളിയാക്കി വെച്ചിട്ട്, ഒരാൾ കൃത്യമായിട്ട് നമ്മളെ അസഭ്യം പറഞ്ഞു വെച്ചിട്ട് നമ്മൾ ഒരിക്കലും തളരാൻ പാടില്ല എന്നുള്ളതാണ്. ഇനി നാലാമത്തെ കാര്യമാണ് ടീമിന്റെ വിജയമാണ് ഏറ്റവും വലിയ വിജയം എന്നുള്ളത്. അതായത് തന്റെ ടീമിന്റെ വിജയമാണ് ഏറ്റവും പ്രധാനം. വ്യക്തിഗത നേട്ടത്തെക്കാളും തന്നെ ടീം വിജയിച്ച് തന്റെ ടീം ഏറ്റവും പരമോന്നതി എത്തുന്നതാണ് മെസ്സി ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ്. ഇനി അഞ്ചാമത്തെ കാര്യമാണ് ക്ഷമ പുലർത്തുക. അതായത് കൃത്യമായിട്ടുള്ളൊരു ക്ഷമ പാലിക്കുക എന്നുള്ളത് തന്നെയാണ്. അതായത് നമ്മൾ ഏതൊരു കാര്യം, ഇപ്പോ ലോകകപ്പ് വർഷങ്ങളോളം കാത്തിരിക്കേണ്ടി വന്നു, അദ്ദേഹം പ്രതീക്ഷ നഷ്ടപ്പെടുത്തിയില്ല, വീണ്ടും ഒരു ഫൈനൽ കളിക്കാൻ വേണ്ടി മെസ്സി ഒരുങ്ങുന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ പേഷ്യൻസിനാണ് അതിനുള്ള ഒരു കാരണം എന്ന് പറയുന്നത്. നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാവർത്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണെന്നുള്ളതാണ്. ഇനി ആറാമത്തെ കാര്യമാണ് എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുക. അതായത് മെസ്സിന്റെ കളിശൈലിയിലെ ഓരോ സമയത്തും മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരുന്നതാണ്. അതായത് ഇപ്പൊ കറണ്ട് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് പറയുകയാണെങ്കിൽ അമേരിക്കയിലാണ് വേൾഡ് കപ്പ് നടക്കുന്നത് മനസ്സിലാക്കണം. അമേരിക്ക, കാനഡ, മെക്സിക്കോയാണ് മനസ്സിലായിക്കൊണ്ട് അദ്ദേഹം കൃത്യമായിട്ട് ഇന്റർ മിയാമിയിലേക്ക് കൂടുമാറുകയായിരുന്നു. അത് കൃത്യമായിട്ട് അമേരിക്കയിലെ അറ്റ്മോസ്ഫിയറുമായിട്ട് ഏഴചേരാനായിരുന്നു എന്നുള്ളതാണ്. അതായത് അദ്ദേഹത്തിന് വേൾഡ് കപ്പ് ഒരുപാട് ഗുണം ചെയ്തിരുന്നു എന്നുള്ളത് കൂടിയാണ്. ഓക്കെ, ഇനി ഏഴാമത്തെ കാര്യമാണ് വിനയം നിങ്ങളെ ഉയർത്തുമെന്നുള്ളത്. അതായത് മികച്ച താരമായിട്ടും ഒരു അഹങ്കാരവുമില്ലാതെ ലാളിത്യവും വിനയവും മെസ്സി കൈവിട്ടിട്ടില്ല. അതിന്റെ കാരണം വന്നത് നിങ്ങൾക്ക് വിനയമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ ദൈവം ഉയർത്തും എന്നുള്ളത് തന്നെയാണ്. ഇനി എട്ടാമത്തെ കാര്യമാണ് സമ്മർദ്ദത്തെ അവസരമാക്കുക. അതായത് ഒരുപാട് പ്രഷർ ഉണ്ടാവും. ഇപ്പൊ നമ്മൾ മാച്ച് നോക്കുകയാണെങ്കിൽ മിക്ക മാച്ചും പ്രഷറുള്ളതായിരുന്നു. കൃത്യമായിട്ട് എന്ത് ചെയ്തു, ഒരു ഓപ്പർച്യൂണിറ്റി ആക്കി മെസ്സി മാറ്റി എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ആ സമ്മർദ്ദം ജീവിതത്തിൽ പഠിക്കാൻ മെസ്സി പഠിച്ചു എന്നുള്ളതാണ്. നമ്മളും അത് പ്രാവർത്തികമാക്കണം എന്നുള്ളതാണ്. ഇനി നമ്മള് ഒമ്പതാമത്തെ പോയിന്റ് ആണ് ഒരിക്കലും സ്വപ്നം ഉപേക്ഷിക്കരുത് എന്നുള്ളത്. അതായത് നിരവധി പരാജയങ്ങളും നിരവധി തോൽവിക്കും ശേഷമാണ് മെസ്സി 2020 ലോകകപ്പ് നേടിയത്. ക്ഷമയും പരിശ്രമവും കൊണ്ടാണ് അത് കിട്ടിയത്. അതേ ഒരിക്കലും ലഭിക്കില്ലായിരുന്നു, കളി നിർത്തി പോകാനും ലഭിക്കില്ലായിരുന്നു. ഒക്കെ അദ്ദേഹത്തെ തീരുമാനത്തിന്റെ ബേസിക്കലാണ് എന്നുള്ളത് തന്നെയാണ്. ഓക്കെ, ലാസ്റ്റ് ആൻഡ് ഫൈനൽ പോയിന്റ് ആണ് നമ്മൾ അതായത് മെസ്സിയുടെ കുറവുകളെ മെസ്സി മറക്കുകയാണ് ചെയ്യുന്നത് എന്നുള്ളത്. അതായത് നിങ്ങളുടെ ആ ഒരു ഉള്ളിലുള്ള കുറവുകൾ, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു പ്രതിഭയിലുള്ള കുറവുകൾ, അതൊക്കെ മറന്നുകൊണ്ട് കൃത്യമായിട്ട് മുന്നേറുക എന്നുള്ളതാണ് അവിടെ കാരണമാക്കി തരുന്നത്.
കൃത്യമായിട്ട് കാണിച്ചു തരുന്നത്. അതായത് നാം നോക്കുകയാണെങ്കിൽ ആ പ്ലെയറിന് കൃത്യമായിട്ട് മെസ്സി എന്ന് പറഞ്ഞ പ്ലെയറിന് ഹെഡ് ചെയ്യാനുള്ള ഒരു ഇത് കുറവാണ്, ഉയരം കുറവുള്ളത് കൊണ്ട്. പക്ഷെ അദ്ദേഹം ചെയ്യാത്ത ഒരു കാര്യവും ഇപ്പോൾ നിലവിലില്ല. എല്ലാ കാര്യത്തിലും കോട്ടിട്ടുണ്ട്. അപ്പൊ എന്റെ കാര്യം എന്ന് പറയുന്നത് ആ കുറവല്ല എന്ന് കാണിച്ചു തന്നു എന്നുള്ളത് തന്നെയാണ്. ഓക്കെ, അപ്പോ എനിക്ക് ഇവിടെ അവസാനമായിട്ട് പറയാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാല് പ്രതിഭ നിങ്ങളെ ആരംഭിക്കാൻ സഹായിക്കും, പക്ഷെ അച്ചടക്കവും കഠിനാധ്വാനവും സ്ഥിരതയുമാണ് നിങ്ങളെ ചരിത്രത്തിലേക്ക് എത്തിക്കുന്നത്. മെസ്സിയുടെ ജീവിതം അതിന്റെ മികച്ച ഉദാഹരണമാണ്. അപ്പോ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകുന്ന കാര്യം വെച്ചാല് ഓരോ പോയിന്റും വാല്യബിൾ ആണ്. ഇനി മനസ്സിലായെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് കൃത്യമായിട്ട് അത് കൂടുതൽ മനസ്സിലാക്കാനായിട്ട് വീഡിയോ റിവൈൻഡ് കണ്ടുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ മെസ്സി കൃത്യമായിട്ടൊരു പദ്ധതി ഉള്ളത് കൊണ്ട് മെസ്സി കൃത്യമായിട്ട് മുന്നോട്ട് പോകുന്നത്. ഓക്കെ.